ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് വ്യത്യസ്തമാണ്. മനസ്സിന്ദ്രിയങ്ങളിലൂടെ വരുമ്പോൾ വിഷയങ്ങളിൽ ഇഷ്ടം, അനിഷ്ടം, രാഗം, ദ്വേഷം, തെറ്റ്, ശരി, വേണ്ടത്, വേണ്ടാത്തത് ഇത്യാദികൾ അനുഭവമാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ വ്യത്യസ്തത ഇല്ലാതെ എല്ലാത്തിനെയും ഒരേപോലെ വീക്ഷിക്കാനുള്ള കഴിവാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ വളർത്തിയെടുത്ത വ്യക്തികളാണ് ഏറ്റവും ഉത്തമന്മാരായ ഭക്തന്മാരെന്നാണ് മഹത്തുക്കൾ പറഞ്ഞു വരുന്നത്. അതിനാൽ ഒരു കവി പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇഷ്ടാനിഷ്ടങ്ങളകന്നിട്ടിന്നേവരെയും ഒരേപോൽ സമദൃഷ്ടി വളർത്തിയിടും ഭക്തോത്തമനെന്നറിഞ്ഞിടൂ. ഇഷ്ടാനിഷ്ടങ്ങളകന്നിട്ടിന്നേവരെയും ഒരേപോൽ. ഇഷ്ടമെന്നും അനിഷ്ടമെന്നും ഒരു വസ്തുവിനോടും ഇഷ്ടവുമില്ല, മറ്റൊന്നിനോട് അനിഷ്ടവുമില്ല. ഒന്ന് നല്ലതെന്നോ മറ്റൊന്ന് ചീത്തയെന്നോ അവർ പറയുന്നില്ല. അതുകൊണ്ട് തനിക്ക് ഇഷ്ടമെന്നോ അനിഷ്ടമെന്നോ ഭാവമില്ലാതെ ഇഷ്ടാനിഷ്ടങ്ങളകന്നിട്ട്, ഇഷ്ടവും അനിഷ്ടവും അകന്നിട്ട് ഇന്നേവരെയും ഒരേപോൽ, ഇതുവരെയും രണ്ടിനെയും, അതിഷ്ടപ്പെട്ടതാണ് മറ്റത് ഇഷ്ടപ്പെടാത്തതാണ് എന്ന മനോഭാവം ഇല്ലാതെ രണ്ടിനെയും ഒരേപോലെ കാണാൻ കഴിയുന്നവരാണ് ഭക്തോത്തമന്മാരെ എന്ന് പറയുന്നത്. അതാണ് ഇഷ്ടാനിഷ്ടങ്ങളകന്നിട്ടിന്നേവരെയും ഒരേപോൽ സമദൃഷ്ടി വളർത്തിയിടും ഭക്തോത്തമനെന്നറിഞ്ഞിടൂ. സമദൃഷ്ടി വളർത്തുന്നവരാണ് ഏറ്റവും നല്ല ഭക്തൻ. അതുകൊണ്ട് ഭക്തനായ ഒരാൾ അതെനിക്ക് ഈ മാർഗം എനിക്ക് ശരി, ആ മാർഗം തെറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പോരായ്മയാണ്, ആ വ്യക്തിയുടെ പാകത ഇല്ലായ്മയാണ്, ആ വ്യക്തിയുടെ അജ്ഞതയാണ്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തുവിനെ ആയിരിക്കും മറ്റൊരാൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ ഓരോരുത്തരിലും ഓരോ തരത്തിലാണ്. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഒരു സ്ഥലത്ത് ശരിയായത് മറ്റൊരു സ്ഥലത്ത് തെറ്റായിരിക്കും. അതിനാൽ ഈ തെറ്റും ശരിയും, ഇഷ്ടവും അനിഷ്ടവും, സുഖവും ദുഃഖവും എല്ലാം ആപേക്ഷികങ്ങളാണ്. മറ്റു പലതിനെയും ആശ്രയിച്ചു കൊണ്ടാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദ്വന്ദ്ഭാവങ്ങളെല്ലാം മനസ്സിൽ നിന്ന് നീങ്ങി എന്തു വന്നാലും അതിൽ ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാതെ തുല്യഭാവത്തോടുകൂടി വീക്ഷിക്കാനാണ് നാം പരിശീലിക്കേണ്ടത്. ഇഷ്ടാനിഷ്ടങ്ങളകന്നിട്ടിന്നേവരെയും ഒരേപോൽ സമദൃഷ്ടി വളർത്തിയിടും ഭക്തോത്തമനുത്തമനെന്നറിഞ്ഞിടൂ.